ഒന്നില്ലെങ്കിൽ കാർഡിയോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുക. അതിനകത്ത് കാർഡിയോ മോശമാണെന്നല്ല, അത് പ്രശ്നം അതല്ല, അൺഹെൽത്തി എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫുഡിനെ ചുമ്മാ എടുത്തിട്ട് അൺഹെൽത്തി ആണ്. ദർ ഇസ് നോ അൺഹെൽത്തി ഫുഡ്. വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ജിമ്മിൽ പലരും മരിക്കുന്നു, ഇങ്ങനെ മരിക്കുന്നു. അതുകൊണ്ട് ജിമ്മിൽ പോകരുത്. റോട്ടിൽ കൂടെ വണ്ടി ഇടിച്ച് എത്ര പേര് മരിക്കുന്നു? നിങ്ങൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാതെ. വെൽക്കം ടു എക്സ്കാസ്റ്റ്. ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ് വളരെയധികം വെറൈറ്റിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോഡ്കാസ്റ്റാണ്. ഒരു ബോഡി ബിൽഡറിന് എന്തൊക്കെ ഡൗട്ട്സ് ന്യൂട്രീഷ്യനിസ്റ്റോട് ചോദിക്കാനുണ്ടാവും, അതേപോലെ ഒരു ന്യൂട്രീഷനിസ്റ്റിന് എന്തൊക്കെ ഡൗട്ട്സ് ബോഡി ബിൽഡറിനോട് ചോദിക്കാനുണ്ടാവും. ഈ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റ്. സോ നമ്മുടെ ഗസ്റ്റ് മിസ്റ്റർ ഇന്ത്യ വിന്നറായ ഡുഡു ആൻ്റണിയും അതേപോലെ ഫിറ്റർ എന്ന ആപ്പിലെ ഓൺലൈൻ ഫിറ്റ്നസ് കോച്ചും അതേപോലെ ന്യൂട്രീഷനിസ്റ്റുമായ ആക്കിൽ ഫൈസലുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ പോഡ്കാസ്റ്റ്. ഹായ് ഡുഡു. ഹായ്. ആക്ച്വലി എനിക്കിത് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. യൂഷ്വലി ആസ് എ ഫിറ്റ്നസ് കോച്ച് കൂടുതലും 95% ടൈം സംസാരിക്കുന്നത് ഇപ്പോഴും ക്ലയൻസിനോടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും അവിടെയൊക്കെ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ റിപ്ലൈ കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെയിം ഫീൽഡിൽ ആക്ച്വലി ഒരു പ്രൈം ലെവലിൽ നാഷണൽ ബോഡി ബിൽഡിങ്ങിലാണെങ്കിലും ഐ തിങ്ക് 2010 തന്നെ ഏകദേശം 4ഓളം ചാമ്പ്യൻഷിപ്സ് കിട്ടിയ ആളായിട്ട് ഒരു ടോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇത് ജനറൽ ടോപ്പിക്കാണ്. നമ്മൾ ഇവിടെ സംസാരിക്കാൻ മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. ബട്ട് എന്താണ്, ബട്ട് ഇത് കാണുന്നവർക്ക് ഒരുപാട് യൂസ്ഫുള്ളായിട്ട് മാറും. അതെ, അതായത് പലർക്കൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് എന്തോ വലിയൊരു ഡിഫറെൻറ്റ് ടേമാണ്. അതല്ല ജനറൽ പോപ്പുലേഷന് വേണ്ടത്. ജനറൽ പോപ്പുലേഷന് വേറൊരു ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ്. അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ആ ഒരു ബേസ് സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ പലരും ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ബോഡി ബിൽഡേഴ്സ് അവർ മസിൽ ബിൽഡ് ചെയ്യുന്നു, ഞങ്ങൾ എന്തിനാ മസിൽ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത്. എക്സാക്ട്ലി. അതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻലി മിക്ക ജിമ്മുകളിലെ പുറത്ത് പണ്ട് കാലം, ഇപ്പോഴാണ് കുറച്ച് ലീൻ ആയിട്ടുള്ളത്. മറ്റേത് ജിമ്മുകളുടെ പുറത്ത് റോണി കോൾമാൻ അങ്ങനെ ഭയങ്കര പ്രൈം ആക്ച്വലി എൻഹാൻസ്ഡ് ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സിനെ മാത്രമേ വെക്കുള്ളൂ. അപ്പോൾ ആളുകൾ, വീട്ടുകാരാണ്, പാരൻസ് ആണെങ്കിലും ജിമ്മിൽ പോകാമെന്ന് പറഞ്ഞു, അവൻ അങ്ങനെയൊക്കെ ആവാൻ പോവുകയാണ്. ഓക്കെ, പെർഫോമൻസ് ആൻഡ് പെറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ജിമ്മിൽ പോകുന്നത്. ആ ഒരു കൺസെപ്റ്റാണ്. എൻ്റെ മകൻ ഇനി റോണി കോൾമാനെ പോലെ ആയാലോ എന്നുള്ളൊരു പേടിയാണ്. ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് ഡിഫറൻസ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ആ ഒരു ലീൻ ബോഡി കൺസെപ്റ്റ്, അങ്ങനത്തെ കൺസെപ്റ്റ്സുകൾ വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ആൾക്കാർ ഹെൽത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. Exactly. So that's very good actually. Yes. Actually after corona ഭയങ്കര ഒരു ഹ്യൂജ് ചേഞ്ച് ആണ് വന്നത്. ഹ്യൂജ് ആളുകൾ worried ആയി, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതെ, അവരുടെ ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാനോ പ്രഷർ ചെക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കോച്ചിനെ ഹയർ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആക്ച്വലി ഡോക്ടർ ഹയർ ചെയ്യും അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോവും. ബട്ട് അങ്ങനെ കാർ ഗൈഡിൽ മെക്കാനിക്കിൻ്റെ അടുത്ത് പോവും. ബട്ട് സ്വന്തം ന്യൂട്രീഷൻ ലെവൽ എങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്ര ഫ്യൂല് വേണമെന്ന് പോലും പറഞ്ഞു തരാനുള്ള ഒരു ഇത്. സോ അതിൻ്റെ വേറൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കണ്ടതിൽ ആൾക്കാർ എക്സ്പേർട്സ് ആയി, ബട്ട് ഇൻ ദ സെയിം ടൈം ഒരുപാട് ഫേക്കായിട്ടുള്ള ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ്. അതായത് രാവിലെ ഒരാൾ വന്നിട്ട് പറയും ഓട്സ് അടിപൊളിയാന്ന്, വൈകുന്നേരം ഒരാൾ പറയും ഓട്സ് മോശമാണ്. അങ്ങനെ അതും കൂടി ഉണ്ട്. ആക്ച്വലി ഇതെന്താ അറിയോ, ഇത് ഫിയർ മോങ്കറിംഗ് എന്ന് പറയും. ഞാനത് വായിച്ചെന്ന് വെച്ചാൽ പേടിപ്പിക്കാം, അതിനാണ് കൂടുതൽ റീച്ച് ഉള്ളത്. കൂടുതൽ റീച്ച്. ഇപ്പം ഞാൻ വന്നിട്ട് കഴിക്കരുത് ചോറ് കഴിക്കരുത്, ഓക്കെ, അപ്പോൾ ആളുകൾ എല്ലാവരും പേടിച്ച ആ ഒരു വീഡിയോക്ക് വൺ റീച്ച് കിട്ടും. അതെ, ഒന്നെങ്കിൽ പേടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി എയറിലാകുക, എങ്ങനെയെങ്കിലും എയറിലാകുക റീച്ചിന് വേണ്ടി. അതെ, എനിക്കിതുപോലെ പലരുടെയും വീഡിയോസ് പലരും അയച്ചു തരാറുണ്ട്, പല ഫിറ്റ്നസ് ട്രെയിനേഴ്സിൻ്റെയും. ട്രെയിനേഴ്സ് ആണെന്നും എനിക്കറിയത്തില്ല, കുറേ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് വേണമെങ്കിൽ പറയാം. എന്നിട്ട് പറയും ഇത് ശരിയാണോ. ഒരാൾ ഇന്നാൾ ഇൻക്ലൈൻ ഡംബൽ പ്രസ് ചെയ്യുന്നത്, അപ്പോൾ ഏതോ ഒരു ട്രെയിനർ അത് പറഞ്ഞു ഇൻക്ലൈൻ ഡംബൽ പ്രസ് ചെയ്യരുതെന്ന് പറഞ്ഞു. കുറേ പേര് ആ വീഡിയോസ് എന്നിട്ട് ഇയാളിങ്ങനെ പറയുന്നത് എന്താണ്, എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അതേ പറ്റുള്ളൂ. സോ ഇറ്റ്സ് ആക്ച്വലി വാട്ട് എവർ ദാറ്റ് സ്യൂട്ട്സ് യു, അതാണല്ലോ മെയിൻ ആയിട്ടുള്ള. എക്സാക്ട്ലി. ഡ്രസ്സ് പോലെ തന്നെയാണ്, എല്ലാവർക്കും സെയിം ഡ്രസ്സ് സ്യൂട്ട് ആവില്ല, എല്ലാവരുടെ റിക്വയർമെന്റ്സും. പക്ഷേ എല്ലാവർക്കും ഡ്രസ്സ് വേണം. എക്സാക്ട്ലി. സോ ഇതിൻ്റെ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ കൂടുതലും ബോഡി ബിൽഡേഴ്സിനാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്.
ജനറൽ ക്ലയൻസിന് എനിക്ക് പല ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ക്ലയൻസ് ഉണ്ട്. അത് ബോഡി ബിൽഡേഴ്സ് ഉണ്ട്, ഒരു 50% ആൾക്കാരായിരിക്കും ബോഡി ബിൽഡേഴ്സ്, ബാക്കി 50% ജനറൽ ക്ലയൻസ് ആണ്. അതിൽ ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 75, 78 ആ ഏജ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. സോ പലരുടെയും തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയ്റ്റ് ട്രെയിനിങ് ഓൺലി ഫോർ ബോഡി ബിൽഡേഴ്സ്, ഞങ്ങൾക്കാർക്കും വെയ്റ്റ് ട്രെയിനിങ് വേണ്ട എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തായിരിക്കും? ആക്ച്വലി ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്ഷൻ തരെയാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ കാർഡിയോ അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുക. അതിനകത്ത് കാർഡിയോ മോശമാണെന്നല്ല, അല്ല, ഒരിക്കലും അല്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തരികയാണെങ്കിൽ ഗോ ഫോർ വെയിറ്റ് ട്രെയിനിങ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നടക്കുമ്പോഴാണെങ്കിലും സ്റ്റെപ്പ് കയറുമ്പോഴാണെങ്കിൽ ഒരു നമുക്ക് ചെറിയ അളവിലെങ്കിലും കാർഡിയോ കിട്ടുന്നുണ്ട്. മറ്റേ പ്രോപ്പർ കാർഡിയോ അല്ലെങ്കിൽ ചെറിയ സ്റ്റഡി സ്റ്റേറ്റ് ആ ഒരു കിട്ടുന്നുണ്ട്. ബട്ട് എവിടെയും നമ്മുടെ മസിൽസും എവിടെയും ഒന്നും എൻഗേജ് ആവുന്നില്ല. കാരണം നമ്മൾ വെയിറ്റ് എടുക്കുന്നില്ല. ഇപ്പോഴത്തെ ലൈഫിലാണെങ്കിലും ഒരുപാട് ആളുകൾ ഡെസ്ക് ജോബ് ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ക്ലയൻസിലും അറിയാലോ, മെജോറിറ്റി ഇൻഫോ പാർക്ക് സൈഡിലെ ആളാണ്. അപ്പോൾ കൂടുതലും IT പ്രൊഫഷണൽസ് ആണ് വരുന്നത്. ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം ഇത് തന്നെയാണ്, മസിൽ വീക്ക്നെസ് ആണ്. ആൻഡ് എനിക്ക് തോന്നുന്നത് മെജോറിറ്റി 90% ആൾക്കാരുടെയും പ്രോബ്ലം, ഓക്കെ ദേ ക്യാൻ ബി ലിറ്റിൽ ബിറ്റ് ഓഫ് ഫാറ്റ്, ദാറ്റ്സ് ഓക്കെ, ഐ മീൻ ഓവർ വെയിറ്റ് ആകാം. പക്ഷേ ഈ ഓവർ വെയിറ്റ് ആയാലും അണ്ടർ വെയിറ്റ് ആണെന്നുണ്ടെങ്കിലും ഇഫ് യു ഡോണ്ട് ഹാവ് ദ മസിൽ സ്ട്രെങ്ത്, ദാറ്റ്സ് ദ ഇഷ്യൂ. ആക്ച്വലി തിങ് ഈസ് എന്ന് വെച്ചാൽ ഒരു സാർക്കോപ്പീനിയ ആഫ്റ്റർ 30 years എല്ലാ വർക്കൗട്ട് ചെയ്യുന്നവരുടെയും മസിൽ ലോസ് ഉണ്ടാവും, വർക്കൗട്ട് ചെയ്യാത്തവരുടെയും മസിൽ ലോസ് ഉണ്ടാവും. അപ്പോൾ ഒട്ടും മസിൽ മാസ് ഇല്ലാത്തവരുടെ അവസ്ഥ ഒരു 40-50 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതാണ് ആക്ച്വലി ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് മിക്കവർക്കും ബാക്ക് പെയിനും സ്ട്രെങ്ത്തും. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും 50 years 60 years റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്കും ഫുൾ വർക്കും ക്യാഷ് ഏണിങ്ങും. ഈവൻ ഇപ്പോൾ റിട്ടയർമെന്റ് ആവണ്ട, അതിന് മുൻപേ തുടങ്ങും. നിങ്ങളൊരു ഓഫീസ് ജോബ് കയറി മേ ബി ഒരു 3 or 4 years കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ പോസ്റ്റർ ചേഞ്ച് ആയി തുടങ്ങി, നെക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു, ഷോൾഡർ പെയിൻ, അങ്ങനത്തെ പല പ്രോബ്ലംസും ഉണ്ട്. സോ അതിൻ്റെ എനിക്ക് തോന്നുന്നത് ബേസിക്കലി എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എവ്രി വൺ ഷുഡ് ഇംപ്രൂവ് ദെയർ മസിൽ സ്ട്രെങ്ത്. അത് അൺഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇറസ്പെക്റ്റീവ് ഏജ്. അത് ഇപ്പോൾ അതിപ്പോൾ 5 വയസ്സുള്ള ആളാണെന്നുണ്ടെങ്കിലും 95 ഉള്ള ആളാണെന്നുണ്ടെങ്കിലും അപ്പോൾ തുടങ്ങും. 5 വയസ്സുള്ള ആൾ ചെയ്താൽ പൊക്കം വെക്കത്തില്ല, വെയിറ്റ് പൊക്കിയാൽ പൊക്കം വെക്കത്തില്ല, പല പ്രശ്നങ്ങളാണ്, ബോൺ വളരത്തില്ല, ഇങ്ങനത്തെ പല പ്രോബ്ലംസ് ആണ്. നോ, ആക്ച്വലി അതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേനും വെയിറ്റ് എടുക്കുമ്പോഴത്തേനും അപ്പോൾ ഇഞ്ചുറി ഉണ്ടാവും. ഈവൻ ചില ഡോക്ടേഴ്സ് വരെ പറയും, ജിമ്മിൽ പോയിട്ട് ഞാൻ ഐ മീൻ ഇപ്പോഴത്തെ ന്യൂ ഒരു ട്രെൻഡിലുള്ള ഡോക്ടേഴ്സ് അങ്ങനെ പറയത്തില്ല, അവർ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനേ പറയുന്നത്. പക്ഷേ ഇപ്പോഴും പഴയ കുറച്ച് ഡോക്ടർമാരുണ്ട്, ഇവർ പറയുന്നത് നോ, നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കരുത്, വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ സംഭവിക്കുന്നത് ഇഞ്ചുറി ഉണ്ടാവും, ഓവറായിട്ട് നിങ്ങൾ വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ. ആക്ച്വലി ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഒരിക്കലും ഒരു ജിമ്മിലും ഒരു ട്രെയിനറും അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ട്രെയിനറും ഒരു ക്ലയൻറ്റിന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൽ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഓവർ വെയിറ്റ് എന്ന് പറയുന്നത്? അത് ആക്ച്വലി എന്താ വെച്ചാൽ എല്ലാ ഫീൽഡിലും റിസർച്ച് ആവശ്യമുണ്ട്, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. ബട്ട് എനിക്ക് 3-4 years മുമ്പ് വരെ ഒട്ടും റിസർച്ചിന് പുറകെ സയൻസിന് പുറകെ പോകാത്ത കോച്ചുമാരും ആശാന്മാരുമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം എന്ന് എനിക്കെപ്പോഴും. അത് ഈ പറയുന്ന ഡോക്ടർമാരാണെങ്കിലും ഇതിലുള്ള ന്യൂ റിസർച്ചസ് എന്താണെന്നോ അത് നമ്മൾ ഇന്ന് പറയുന്നതിനേക്കാൾ അപ്ഡേറ്റ് കൊറോണയുടെ ഒരു ആഫ്റ്റർ ഇതായിട്ടായിരിക്കാം കൂടുതൽ റിസർച്ചസ് ആൻഡ് സ്റ്റഡീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാടുണ്ട്. മറ്റേ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നു, ഇപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ വന്നു തുടങ്ങി. അക്കോർഡിംഗ്ലി മസിൽ എന്ന് പറയുന്നത് മസിൽ ഈസ് ദ വോൾക്കൻ ഓഫ് ലോഞ്ചിവിറ്റി. ബേസിക് തിങ് അതാണ്, അത് മനസ്സിലാക്കിയാൽ ബാക്കിയെല്ലാം ഈസിയാണ്. നമ്മുടെ ബോഡി ഏജ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും സഹായിക്കുന്നത് മസിൽ സ്ട്രെങ്ത്തും മസിൽ മാസും ആണ്. ഓക്കെ, അത് ഈ പറഞ്ഞ വിട്ട് ഞാനൊക്കെ ആക്ച്വലി ഞാൻ അറൗണ്ട് ഒരു 90 kg ഉണ്ടായിരുന്ന ആളാണ്. ഞാൻ ഈ പറഞ്ഞ വിട്ട് +2 ടൈമിൽ അറൗണ്ട് 2012-13 ജിമ്മിൽ പോവും. അപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം തന്നെ ആശാൻ പറയുന്നത് 2 മാസത്തേക്ക് വെയിറ്റ് എടുക്കരുത്, ഓൺലി കാർഡിയോ. അത് ഈ പറഞ്ഞ വിട്ട് കോൺ പൊക്കി പിടിച്ച് അങ്ങടും ഇങ്ങോട്ടും ഓടാ, ലാപ്പ് അടിക്ക അവസാനം ഞാൻ അവിടെ വീഴാണ്ട് പോയരുത്, സ്റ്റെപ്പ് ഇറങ്ങാൻ പറ്റരുത്, അതാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിട്ട് AC ഇട്ട് വർക്കൗട്ട് ചെയ്യരുത്, വേർക്കണം. ബട്ട് ആ ആശാൻ ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവർ മാറ്റാൻ റെഡിയല്ല. ദാറ്റ്സ് ദ മെയിൻ പ്രോബ്ലം. ഇപ്പോഴും
ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട്. ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഡയറ്റീഷ്യൻസ്, ഒരുപാട് ട്രെയിനേഴ്സ്, അങ്ങനെയുള്ളവർ, ഹെൽത്ത് എക്സ്പേർട്സ്, ഇങ്ങനെയുള്ളവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്തിട്ട്, ഇത് ട്രെയിനേഴ്സിനോടുള്ളൊരു കാര്യം, നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരെ ഫോളോ ചെയ്തിട്ട് അവരവിടെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ അവരതിൻ്റെ എന്തെങ്കിലും ഒരു പോർഷനൊക്കെ അവരുടെ ഇൻസ്റ്റഗ്രാമിലോ പേജിലെല്ലാം ഇടുന്നുണ്ട്. അതൊന്ന് വായിക്കാനുള്ള ആക്ച്വലി ഉണ്ടല്ലോ, അങ്ങനെ ഫോളോ ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഇൻഫർമേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും, പിന്നെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. അത് ബട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞുകൊണ്ട് ജെന്യുവിനായ ആളുകളെ മാത്രം ഫോളോ ചെയ്യണം. അതായത് ഈ പറഞ്ഞുകൊണ്ട് ഫിയർ മോങ്കറിങ് ചെയ്യാത്ത ആളുകളാണ്. ഈ പറഞ്ഞുകൊണ്ട് സിമ്പിൾ ആയിട്ട് പറയണം, അല്ലാണ്ട് ഭയങ്കര സയന്റിഫിക്കൽ ടേംസും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താല് ഷുഗർ അങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഞാൻ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ, വെയിറ്റ് ട്രെയിനിങ്ങിൽ സ്ട്രെച്ചിങ് നിങ്ങൾക്ക് ആവശ്യമില്ല. ബിക്കോസ് സ്ട്രെച്ചിങ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങളൊരു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുമ്പോഴേ ഓൾറെഡി സ്ട്രെച്ചിങ് ആണ്. ഏറിയുന്ന താഴത്തേക്ക് ഇറങ്ങിയോ? ഏറിയുന്ന താഴത്തേക്ക് ഇറങ്ങാം. ഞാൻ പോയിട്ട് ഇതിൻ്റെ അകത്ത് കമൻറ്റ് ഇടുന്ന ആൾക്കാരെ എല്ലാം വിളിച്ച് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഏറിയുന്നത് ഞാൻ താഴത്തേക്ക് ഇറങ്ങും. ഇല്ല, ലെറ്റ് ഇറ്റ് ബി ഓൺ എയർ. ആ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. പക്ഷേ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും. ദ തിങ് ഈസ്, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പല കമൻറ്റുകളും ഞാൻ ശ്രദ്ധിച്ചു, പല ട്രെയിനേഴ്സിൻ്റെയും കമൻറ്റുകളാണ്. ഇതെല്ലാം ചാറ്റ് GPT-ന്ന് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് തരും. അതായത് സ്വന്തമായിട്ടൊരു കമൻറ്റ് പോലും ഇടാൻ കഴിവില്ലാത്ത ട്രെയിനർ വന്നിട്ട് ചാറ്റ് GPT-ൽ ഇത് പോയിട്ട് സ്ട്രെച്ച് ചെയ്തു, അത് കൊണ്ട് കോപ്പി പേസ്റ്റ്. നമുക്ക് കാണുമ്പോഴേ അറിയാം, ആ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാവും. അപ്പോൾ ദാറ്റ്സ് എ തിങ്. ഇവർക്ക് തന്നെ കോമൺ സെൻസ് യൂസ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. ഓക്കെ, യു വാണ്ട് ടു ഡു സ്ട്രെച്ചിങ്, യു ഡു ഇറ്റ്. യു ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, അത്രേ ഉള്ളൂ. പക്ഷേ അത് ഇതുപോലെ തന്നെയാണ് പല ഡയറ്റിൻ്റെ കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു, ഓട്സ്. രാവിലെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഓട്സിൻ്റെ സൈഡ് എഫക്ട്സ്. അയ്യോ, ആക്ച്വലി അതിന് 78 million വ്യൂസ് കിട്ടി. എനിക്ക് എത്ര പേരെന്ന് അയച്ചെന്ന് ആക്ച്വലി അത് അയച്ചു വന്നിട്ട് പറയുകയാണ്, ഈ അന്ന് ഇങ്ങനെ പറയുന്നത് ഓട്സ് കഴിക്കുന്നതുകൊണ്ട് എന്താ പ്രോബ്ലം ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പ്രശ്നമല്ല, അൺഹെൽത്തി എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഫുഡിനെ ചുമ്മാ എടുത്തിട്ട് അൺഹെൽത്തി ആണ്. ദർ ഇസ് നോ അൺഹെൽത്തി ഫുഡ്. ഏത് ഫുഡാണ് അൺഹെൽത്തി ആയിട്ടുള്ളത്? ഡിപ്പെൻസ്. ഒരു പേഴ്സന്റെ ആൾക്ക് ഡയറ്റും ആളുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഒരു ഫുഡ് സ്യൂട്ട് ആവണല്ലോ എന്ന് പറയാൻ പറ്റും. നമ്മളൊരു 100 പേരെ എടുത്തിട്ട് അവരോട്, ജനറൽ ആയിട്ടുള്ള ആൾക്കാരെ എടുത്തിട്ട് അവരോട് ചോദിക്കണം, ഐസ്ക്രീം അൺഹെൽത്തി ആണോ? യെസ്, ഐസ്ക്രീം അൺഹെൽത്തി ആണ്, ഫാറ്റ് അല്ലേ, അതല്ലേ, ഇതല്ലേ. ബട്ട് ഇഫ് യു ക്യാൻ ഫിറ്റ് ദാറ്റ് ഇൻ യുവർ മാക്രോ, ഹൗ ക്യാൻ ഇറ്റ് ബിക്കം അൺഹെൽത്തി? എസ്പെഷ്യലി ഫോർ ബൾക്കിംഗ്. ബൾക്ക് ചെയ്യുന്ന ആൾക്ക് കലോറീസ് എത്തുന്ന ഐസ്ക്രീം കഴിച്ച് ആ കലോറീസ് നമുക്ക് കട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഇഫ് അയാളുടെ ഡെയിലി ഇൻടേക്ക് ഓഫ് കാലറിക്ക് അകത്ത് കലോറീസ്, അത് നോ ഇഷ്യൂ. ബട്ട് ഇവര് വന്നിട്ട് ആദ്യം തന്നെ ഓട്സ് അൺഹെൽത്തി ആണ്, അല്ലെങ്കിൽ റൈസ് അൺഹെൽത്തി ആണ്, നിങ്ങൾ അത് കഴിക്കരുത്. അവസാനം എല്ലാവരും 10 പേരുടെ വീഡിയോ ഉണ്ടായിട്ട് നമ്മൾ പട്ടിണി കിടന്ന് നമ്മള് ഒന്നുമല്ല, പേടിച്ചിട്ട് ഇത് കഴിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണ്. അതാണ് ഒരു ഫിയർ മോങ്കറിങ്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിയർ മോങ്കറിങ് ആണ്. സോ ട്രെയിനിങ്ങിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ട്രെയിനിങ് ഡെഫിനറ്റ്ലി വെയിറ്റ് ട്രെയിനിങ് ആണ്. അത് ഡിസ്പൈറ്റ് എനി ഏജ് നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. ഇനി ഒരാൾക്കൊരു ഇഞ്ചുറി ഉണ്ട്, പർട്ടിക്കുലർ ഇഞ്ചുറി ഉണ്ട്, മേ ബി ലോവർ ബാക്ക് ഇഞ്ചുറി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീ പെയിൻ, ഇങ്ങനെയുള്ളവർക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം. ബിക്കോസ് സറൗണ്ടിങ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ, നമുക്കറിയാലോ, ആ മസിൽസ് സ്ട്രെങ്തൻ ചെയ്താൽ മാത്രമേ ആ പെയിനിൽ നിങ്ങൾക്ക് റിലീവ് ആവാൻ പറ്റത്തുള്ളൂ. സോ ഒരു ഇഞ്ചുറി വന്നു എന്നോർത്ത് ചില ഡോക്ടർമാർസ് പറയും ഇഞ്ചുറി, ഇനി നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്യരുത്. നോ, എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, എൻ്റെ ജിമ്മിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആൾ ഇപ്പോൾ ഇവിടെ കാക്കനാട് ചെയ്യുന്നുണ്ട്. ആൾക്ക് ബാക്ക് പെയിൻ വന്ന് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് ആൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. എന്നിട്ട് ഒരു കാലിങ്ങനെ കുറച്ച് വെയിറ്റ് ഒക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുമായിരുന്നു. അയാളോട് ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും പോയിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ തീർന്നു, പിന്നെ നിങ്ങൾ എഴുന്നേക്കത്തില്ല. അപ്പോൾ സുഖമായിട്ട് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു. ആക്ച്വലി എന്താ അറിയോ, ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യുന്നതും വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. അതെ, ഇറ്റ്സ് എ ഫോം ഓഫ് വെയിറ്റ് ട്രെയിനിങ്. യെസ്, അവര് ലിമിറ്റഡ് എൻവയോൺമെന്റിൽ അവർ ചെയ്യുന്നു. ബട്ട് ഈവൻ ഇറ്റ്സ് എ വെയിറ്റ് ട്രെയിനിങ്. എന്തിന് നമ്മുടെ വീട്ടിലുള്ള പാരന്റ്സ് അടക്കം ഒരു 3 കിലോയുടെ എടുത്തു വെക്കുന്നത് ഫങ്ഷണൽ വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. അതെ, നമ്മള് റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയാം. റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ് ശരി, എക്സാക്ട്. റെസിസ്റ്റൻസ് ട്രെയിനിങ് ഈസ് ദി എക്സാക്ട് വേർഡ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് അത് ഈ പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 30 കിലോയുടെ ബാഗേജ് എടുത്ത് വെക്കുമ്പോൾ സ്ട്രെങ്ത് ഇല്ലാത്തവനാണെങ്കിൽ ഈ പറഞ്ഞിട്ട് നടുവുളുക്കി അതായി, അപ്പോഴാണ് ഓവർ വെയിറ്റിന് ഇഷ്യൂ വരുന്നത്. പക്ഷെ ജിമ്മിൽ അതിന്റെ ആവശ്യം വരില്ല. ജിമ്മിൽ നമുക്ക് ഈ പറഞ്ഞിട്ട് ഒരു പ്രോപ്പർ ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് റിക്വയർമെന്റ് അനുസരിച്ചുള്ള വെയിറ്റ് എടുക്കാൻ പറ്റും. ബട്ട് നമ്മൾ റിയൽ ലൈഫിൽ എപ്പോഴാണ് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും മസിൽസ് ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഇല്ലെങ്കിൽ അവിടെ ഇഞ്ചുറി സംഭവിക്കും. പർട്ടിക്കുലർലി ലേഡീസിന് അവർ ഈ ഏജ്ഡ് ആയിട്ടുള്ള ലേഡീസ്, മേ ബി ഒരു 40+ ഒക്കെ ആയിട്ടുള്ള ലേഡീസിന് ഇവർ വീഴുമ്പോഴേ
എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വീണെന്നിരിക്കട്ടെ, വീണാൽ ഉടനെ ഇവരുടെ കൈയൊടിയും കാലൊടിയും മുട്ടൊടിയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ബോൺ ഫ്രാക്ചർ കൂടുതലാണ് ലേഡീസിൽ. ദ മെയിൻ പ്രോബ്ലം ഈസ് മസിൽ മാസ് ഇല്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ബോൺ ഡെൻസിറ്റി സ്ട്രെങ്ത് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട് ബോൺ ഡെൻസിറ്റി, അതെ, ഇല്ലാത്തതുകൊണ്ട് മസിൽ മാസ് ഇല്ലാത്തതുകൊണ്ട് ബോൺ ഡെൻസിറ്റി അല്ലെങ്കിൽ ബോൺ മിനറൽസ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇത് വരുന്നത്. ഇനി അപ്പോൾ പലരും ചോദിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ വീഴത്തില്ലേ? യെസ്, വെയിറ്റ് ട്രെയിനിങ് ചെയ്താലും നിങ്ങൾ വീഴാം, അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. ബട്ട് വീണാൽ ആ വെയിറ്റ് ട്രെയിനിങ് ചെയ്യാത്ത ഒരാൾ വീഴുന്ന ഷോക്കും അതേ ഇത് ചെയ്യുന്ന ഒരാൾ റിക്കവറി, യെസ്, അത് വളരെ ബിഗ് ആണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇത് ഫോർ എക്സാമ്പിൾ സെറോദയുടെ സിഇഒ നിതിൻ കമ്മത്തിന് ആള് ഭയങ്കരമായിട്ട് ഫിറ്റ്നസ് പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ്. ആള് ഈ പറഞ്ഞിട്ട് ആളുടെ സ്റ്റാഫ്സിന് ഇത്ര വെയിറ്റ് കുറച്ചാൽ, ഇത്ര ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറച്ചാലൊക്കെ ഇൻക്രിമെന്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ ആളാണ്, സ്റ്റെപ്പ് കൗണ്ടിനൊക്കെ. അപ്പോൾ ആൾക്ക് അറ്റാക്ക് വന്നു, അറൗണ്ട് 40 ഏജേഴ്സ് ആണെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ ഉള്ള എല്ലാവരും തുടങ്ങി മീഡിയാസ് ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ്. ബട്ട് ആള് വിത്തിൻ 2-3 months റിക്കവറായി ബാക്ക് ടു ഓഫീസായി. അതേസമയം അയാൾ ആ ഹെൽത്ത് കോൺഷ്യസ് അല്ലായിരുന്നെങ്കിൽ അപ്പോൾ ആ ഒരു പോസിറ്റീവ് സൈഡ് ആരും കാണില്ല. ഇല്ല, ഇവർ പറയുന്നത് ഇത് പലരും ഇപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ജിമ്മിൽ പലരും മരിക്കുന്നു, ഇങ്ങനെ മരിക്കുന്നു, അതുകൊണ്ട് ജിമ്മിൽ പോകരുത്. അത് റോട്ടിൽ കൂടെ വണ്ടി ഇടിച്ച് എത്ര പേര് മരിക്കുന്നു, നിങ്ങൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കാതിരിക്കും. ഐ മീൻ അതൊക്കെ ബുൾഷിറ്റാണ്. ആൾക്കാരെവിടെയും എന്ത് സംഭവിക്കാം, ദാറ്റ്സ് നോട്ട് ദ തിങ്. ബട്ട് യു ഹാവ് ടു ബി കെയർഫുൾ. അതായത് എല്ലാത്തിനും ഒരു മോഡറേഷനും ഉണ്ട്. അതെ, യെസ്. നമുക്ക് നമ്മുടെ ബോഡിക്ക് എത്രത്തോളം പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ നമ്മളൊരു ട്രെയിനറിനോട് ഹയർ ട്രെയിനർ ചെയ്യണം. ഒരു ട്രെയിനർ ഹയർ ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന എമൗണ്ട് നിങ്ങളുടെ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിൻ്റെ 4-1 പോലും ചിലപ്പോൾ ആകത്തില്ല. എക്സാക്ട്ലി. വേറൊരു സംഭവം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഒരു മന്ത് ഒരു ട്രെയിനർ കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി ഫീസ് കൊടുത്തിട്ട് ചില സോ കോൾ ന്യൂട്രീഷൻ സെന്റേഴ്സ് ഉണ്ട് മുക്കിലും മൂലയിലുള്ള, അവർക്ക് ഡബിൾ കൊടുത്ത് അവർ ന്യൂട്രീഷൻ എക്സ്പേർട്ട് ആണെന്നും പറഞ്ഞ് കുറെ ഹെൽത്ത് ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഡ്രിങ്ക്സ് നിങ്ങൾക്ക് 3 മാസം കൊണ്ട് 30 കിലോ കുറച്ച് തരാം, അതല്ലേ? അതെ. അങ്ങനെ പോവാൻ ആൾക്കാർക്ക് ദേ ഓൾവേസ് ഓപ്റ്റ് ഫോർ ഈസി മെത്തേഡ്. എഫേർട്ട് എടുക്കാണ്ട് ഈ പറഞ്ഞോട്ട് ഫോർ എക്സാമ്പിൾ ഡബ്ബ ലൈഫ് അല്ലെങ്കിൽ പല കാപ്പികളും കോഫി അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പല ടൈപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡേഴ്സ്, വെയിറ്റ് ലോസ് പൗഡേഴ്സ്. ഇത് മന്ത്ലി ചാർജ് ചെയ്യുന്നത് 10,000 15,000 ഇങ്ങനെയൊക്കെ എമൗണ്ട് ആണ്. ഇത് കൊടുത്തേച്ച് അത് പോയി കഴിക്കും 3 മാസം കൊണ്ട്. യെസ്, അവരെന്താ ചെയ്യുന്നത്? അവർ ഈ പ്രോട്ടീൻ ഷേക്കോ എന്ത് സംഭവമാണെങ്കിലും അത് കൊടുക്കും, എന്നിട്ട് ഒരു ഡയറ്റിലിടും. പട്ടിണിക്കിടുന്നു 2 ചപ്പാത്തി കുറച്ച് വെജിറ്റബിൾ സാലഡ്, ഫൈൻ. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വളരെ മൈന്യൂട്ടായിട്ടുള്ളത്. ഇത് നിങ്ങൾ അവിടെ പോയാൽ കാശ് കൊടുക്കാതെ നിങ്ങൾ പട്ടിണി എടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് കുറയും. ബട്ട് ദ പ്രോബ്ലം ഈസ് യു ആർ ലൂസിങ് യുവർ മസിൽ മാസ്. ആക്ച്വലി ഞാൻ എപ്പോഴും പറയാമെന്ന് വെച്ചാൽ ഡോണ്ട് ലുക്ക് ഫോർ വെയിറ്റ് ലോസ്, ലുക്ക് ഫോർ ഫാറ്റ് ലോസ് ആൻഡ് ഗെയിൻ മസിൽസ്. അതാണ് ആക്ച്വലി ഒരു ലീൻ ആയിരിക്കണം, ബട്ട് യു ഷുഡ് ഹാവ് ഗുഡ് എമൗണ്ട് ഓഫ് മസിൽ ക്വാളിറ്റി. അതാണ് എപ്പോഴും ഞാൻ എല്ലാവരോടും ഏത് ഏജ് ആണെങ്കിലും അതായിരിക്കണം നമ്മുടെ ഒരു ഹെൽത്തി ഒരു ഫാറ്റ് പെർസെൻറ്റേജ്. അതെ, മസിൽ മാസ് ബിൽഡ് ചെയ്യാൻ നോക്കുക, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ നോക്കുക. യെസ്, നിങ്ങൾക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ഈവൻ നിങ്ങൾ റൈസ് കഴിച്ചിട്ടാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കാലറി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, ഫൈൻ. ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കലി നടന്നോളൂ. അതാണ് അത്. ദെൻ നെക്സ്റ്റ് തിങ് പിന്നെ നമ്മൾ പറയുമ്പോൾ പറയേണ്ടത് ന്യൂട്രീഷൻ. പ്രോട്ടീൻ ഏറ്റവും വലിയ ഡെവിൾ ബട്ട് ആക്ച്വലി സെയിം ടൈം മോസ്റ്റ് എക്സ്പെൻസീവ് തിങ്. നമുക്ക് കിട്ടാനും കോസ്റ്റ് വൈസ് ആണ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഫോർ ഇന്ത്യൻസ് ഓൾസോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. അതെ, ലക്കിലി ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ നോൺ വെജ് ഇഷ്ടം പോലെ ഉണ്ട്, കൺസ്യൂം ചെയ്തില്ലാത്തൊരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെയുള്ള നോൺ വെജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തു. നമ്മൾ പറയുമ്പോൾ ചിക്കനാണ്, പക്ഷെ അതിൻ്റെ അകത്ത് ചിക്കൻ ഇല്ല. സലാഡ്സും അതെ, എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ ബർഗർ ആണെന്നുണ്ടെങ്കിലും പാറ്റിക്കകത്ത് എവിടെ എത്ര ചിക്കൻ ഉണ്ടാവും? ഇല്ല. സോ അതേസമയം നമ്മൾ ഫോറിനേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ദേ ഹാവ് ബെറ്റർ ഓപ്ഷൻ, സ്റ്റേക്സ് അങ്ങനത്തെ ഓപ്ഷൻസ്. ആക്ച്വലി ഞാനും കണ്ടിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് ലീൻ സോസ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അതെ, മിക്സ് ചെയ്യൂല എല്ലാം കൂടി, എല്ലാം സെപ്പറേറ്റ് ആയിരിക്കും. നമുക്കാണെങ്കിൽ ഈവൻ ചിക്കൻ സമൂസ ആണെങ്കിൽ കട്ട്ലേറ്റ് ആണെങ്കിൽ എല്ലാത്തിലും ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ ബീട്രൂട്ട് ആ ഒരു കോമ്പിനേഷൻ, സവാളയൊക്കെ ആയിരിക്കും കൂടുതൽ. റോ മീറ്റ് അത് അങ്ങനെ തന്നെ കുക്ക് ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കുന്ന ആൾക്കാർ. സോ ഐ മീൻ അതൊരു ഹെൽത്തി ഓപ്ഷനാണ്. മേ ബി അതിങ്ങോട്ട് വരുമായിരിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അവർ പർപ്പസ്, എഡ്യൂക്കേറ്റ് ചെയ്യുക.
പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുക എന്ന് പറയുന്നത് ദെൻ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ക്വാണ്ടിറ്റിയാണ്. ആസ് എ നിങ്ങളൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് നടത്തുന്ന ഒരാളാണ്, മീൻസ് ജനറൽ ട്രെയിനിങ്. സോ എത്ര ഒരു ഗ്രാം വരെ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യും? ജനറൽ വെൽനസ്, അതായത് ഒരു നോർമൽ ജനറൽ പോപ്പുലേഷൻ ആണെങ്കിൽ പറഞ്ഞോട്ട് 0.8 to 1 gram per body weight. അതായത് ഇപ്പോൾ ഏകദേശം ഒരു 70 കിലോ ഉള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞോട്ട് 70 grams എങ്കിലും ആവറേജ് കിട്ടുന്ന രീതിയിലാണ്. അത് ഈ പറഞ്ഞോട്ട് ഫോർ ലൈക്ക് യു ബോഡി ബിൽഡേഴ്സോ ഭയങ്കര ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് 2x വരെയൊക്കെ പോവാം, 2.2 വരെ പോവാം. അപ്പർ ലിമിറ്റിനെ പറ്റി പറയും ആൾക്കാർ അപ്പൊ തന്നെ ആലോചിക്കുകയെന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് പ്രോട്ടീൻ കൂടി പോയാൽ എന്ത് സംഭവിക്കും? ആദ്യം പ്രോട്ടീൻ കിട്ടുമെന്നല്ല നോക്കുന്നത്, പ്രോട്ടീൻ കൂടി പോയി ആരെങ്ങാനും കഴിച്ചത് കൂടി പോയാൽ പ്രോട്ടീൻ കൂടി പോവാന്ന് പറയുന്നത് ഐ മീൻ എങ്ങനെയാണ് ഇതിന്റെ അപ്പർ ലിമിറ്റ് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ ഒരു അപ്പർ ലിമിറ്റ് പറയുന്നില്ല. ബട്ട് ബോഡി ബിൽഡേഴ്സ് അവർ മാക്സിമം കൺസ്യൂം ചെയ്യുന്നത് പെർ കിലോഗ്രാമിന് 4 gram വരെയൊക്കെയാണ്. 4 times വരെ 4 times. So if you are 75 kg, lean body weight ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, then you can have up to 300 grams of protein. ഫോർ എക്സാമ്പിൾ നമുക്ക് പഴയ ബോഡി ബിൽഡേഴ്സ് ഇപ്പോൾ റോണി കോൾമാനെ പോലുള്ളവർ ഇവർക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് 600 grams ഓഫ് പ്രോട്ടീൻ ആണ്. ആൻഡ് അപ്പോൾ ഇവിടെ ഈ 100 gram കഴിക്കുന്നവരാണ് വന്നിട്ട് പറയുന്നത് എൻ്റെ കിഡ്നി പോകും, അങ്ങനെ പോകും, ഇങ്ങനെ പോകുന്നുള്ളത്. സി ദേ ഡോണ്ട് ഹാവ് എനി കിഡ്നി ഇഷ്യൂസ് ഓർ സംതിങ്. ആൻഡ് ഇനി നിങ്ങളൊരു മോഡറേറ്റിൽ ചെയ്യുന്നവരാണ്, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നവരാണ്, അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന മിക്കവർക്കും മസിൽ മാസ് കുറച്ച് കൂട്ടാൻ താല്പര്യമുണ്ട്. സോ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഒരു മിനിമൽ ഡോസേജ് വെച്ചിട്ടാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച ഡോസേജ് അല്ല, ഇത് ആലൻ ആർഗൺ, നമുക്ക് വേൾഡിലെ ഏറ്റവും നല്ലൊരു ഡയറ്റീഷ്യനാണ്, ന്യൂട്രീഷനിസ്റ്റാണ്. ഇയാൾ സജസ്റ്റ് ചെയ്യുന്ന മിനിമൽ ഡോസേജ് എന്ന് പറയുന്നത് പെർ കിലോഗ്രാമിന് 1.6 to 1.8 ആ റേഞ്ചിലുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രിസർവ് യുവർ മസിൽ മാസ്. At the same time, maybe you can increase your muscle mass also. ആക്ച്വലി തിങ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഡയറ്റിൽ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഡയറ്റിൽ എത്രത്തോളം പ്രോട്ടീൻ ഉണ്ടോ അത്രത്തോളം സാറ്റിറ്റി ലെവൽ കൂടുതലായിരിക്കും, അതായത് വിശപ്പ് കുറവായിരിക്കും. നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് സ്നാക്സ് എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വിശപ്പ് വരാനുള്ള ചാൻസ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് കഴിക്കുന്ന കുറവായിരിക്കും. പിന്നെ ഈ പറഞ്ഞുകൊണ്ട് പ്രോട്ടീൻ്റെ സാഷ്യേറ്റി കൂടുതലാണ്. പിന്നെ തെർമിക് എഫക്റ്റ് ഓഫ് ഫുഡ്, അതായത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞങ്ങൾ ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോട്ടീൻ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് പ്രോട്ടീൻ ബേൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന എനർജി കൂടുതലാണ് കമ്പയർഡ് ടു ഒരു ഫാറ്റ് സോഴ്സ് ആണെങ്കിലും കാർബ് സോഴ്സ് ആണെങ്കിലും. ഓഫ് കോഴ്സ് മസിലുണ്ട്, മസിൽ ഗെയിൻ ഉണ്ട്, അത് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്, ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മസിൽ, സ്കിൻ, ഹെയർ എക്സെട്ര. ബട്ട് ഇതൊക്കെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡയറ്റ് ഭയങ്കര സസ്റ്റൈനബിൾ ആയി പോകും. നമുക്ക് ഈ പറഞ്ഞിട്ട് വിശപ്പ് വരില്ല, കുറച്ച് കലോറീസ് കുറച്ചാലും നമ്മൾ ഫില്ലിംഗ് ആയിരിക്കും. ആ ഒരു ക്രേവിങ് അതൊക്കെ വളരെ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അത് ആക്ച്വലി ഞാൻ ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് കലോറി തന്നെയാണ്. ഡെഫിനറ്റ്ലി ഡെഫിസിറ്റ് ആണെങ്കിൽ സർപ്ലസ് ആണ്. ദെൻ ഓൾവേസ് ആൾക്ക് റിക്വയർമെന്റ്സ് പ്രോട്ടീൻ ഫില്ല് ചെയ്തിട്ടായിരിക്കും. സെയിം വേ തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മുടെ ക്ലയൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ആൾ നമുക്ക് നോക്കും ആൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. മേ ബി ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മേ ബി 1 gram വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞൊരു മിനിമൽ റേറ്റ് 1.6. ദെൻ നമ്മൾ ചെക്ക് ചെയ്യും, എവരി 3 or 4 weeks ചെക്ക് ചെയ്യും ഇവർക്ക് എന്താ സംഭവിക്കുന്നത്, മസിൽ മാസ് ഗെയിൻ ചെയ്യുന്നുണ്ടോ, അതല്ല കൂടുവാണോ കുറയുവാണോ, വെയിറ്റ് കുറയുവാണോ, ഇതെല്ലാം നോക്കിയിട്ട് ഫസ്റ്റ് നമ്മൾ പ്രോട്ടീൻ ഫിക്സ് ചെയ്യുന്നു. ആദ്യമേ നമ്മൾ കാലറി ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യും, ഒരു റഫ് ആയിട്ടുള്ള കാലറി എസ്റ്റാബ്ലിഷ് ചെയ്യും. ദെൻ ഒരു പ്രോട്ടീൻ ഫിക്സ് ചെയ്യുന്നു. ദെൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫാറ്റ് ഫിക്സ് ചെയ്യുന്നു. റെസ്റ്റ് നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് സോഴ്സ് ചെയ്യുന്ന ഫിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ അനലൈസ് ചെയ്യും, മേ ബി വെയിറ്റ് കൂടുവാണോ കുറയുവാണോ, മേ ബി കുറയാം, ദാറ്റ്സ് ഓക്കെ. കൂടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കാർബ് ആദ്യമേ കുറയ്ക്കുന്നു, ചിലപ്പോൾ ഫാറ്റ് കുറയ്ക്കേണ്ടടുത്ത് ഫാറ്റ് കുറയ്ക്കുന്നു, ചില സമയത്ത് പ്രോട്ടീൻ കൂടുന്നു. ദാറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അങ്ങനെയാണ്. ഇനി ഒരു കോമൺ തിങ് വേ പ്രോട്ടീൻ. ഓക്കെ, ഒരു വേ പ്രോട്ടീൻ അല്ല ഈ പറഞ്ഞ് ബോറഡ് സംഭവമാണ്. നോർമൽ സപ്ലിമെന്റ് സേഫ് ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ബട്ട് എനിക്ക് സ്ഥിരം വരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഓക്കെ വേ പ്രോട്ടീൻ കൊടുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം? കഴിക്കും, ഇറ്റ്സ് നോട്ട് പെറ്റ്സ് ജസ്റ്റ് സപ്ലിമെന്റ്. എന്നാൽ പോലും എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നല്ലതായിരുന്നെങ്കിൽ ഏത് ടെസ്റ്റ് ആയിരിക്കും പറയാം? ബ്ലഡ് ടെസ്റ്റ് നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ കേസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ റേറ്റ് EGFR ലോ ഉള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുള്ള ഒരാൾക്ക്, ഇങ്ങനെയൊക്കെ വരുന്ന കേസിൽ
പ്രോട്ടീൻ ഇപ്പോൾ നമ്മൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോബ്ലം ആയിരിക്കും. ചില ആൾക്കാർക്കുണ്ടല്ലോ ഈ എന്താ പറയുക യൂറിനിൽ കൂടെ പ്രോട്ടീൻ എക്സസ് ആയിട്ട് പാസ് ചെയ്ത് പോകുന്ന അങ്ങനത്തെ ചില പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്കാണ്. ബട്ട് അത് യൂറിൻ അനാലിസിസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ജനറൽ കേസിൽ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഹാവ് എ പ്രോട്ടീൻ. അതെ, അത് നമുക്കറിയാലോ. ഇപ്പോൾ ഒരു കിഡ്നി പ്രോബ്ലം ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ഈ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ നമുക്കറിയാൻ പറ്റും. കാരണം ഡോക്ടർമാർ അത് ജനറ്റിക്കലി അങ്ങനെ ആയതായിരിക്കാം. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ട. അതല്ലാതെ മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാം. ദെൻ ദ തിങ് ഈസ്, ഇപ്പോൾ ഈ വേ പ്രോട്ടീൻ്റെ അകത്ത് തന്നെ പല കമ്പനീസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല ഇതിലും അവർ വേ പ്രോട്ടീൻ്റെ കൂട്ടത്തിൽ പല എക്സസ് ആയിട്ടുള്ള പല ഫില്ലേഴ്സ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലെഡ്, ഹെവി മെറ്റൽസ് ആഡ് ചെയ്യും ഫില്ലേഴ്സ് ആയിട്ട്. സോ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലമാണ്. സോ അതിപ്പോൾ നമ്മളൊരു ഫുഡ് കഴിക്കുമ്പോഴും ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. നല്ല ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ നല്ല ഹോട്ടലിൽ നിന്ന് ചൂസ് ചെയ്യാന്നുള്ളത്. സെയിം വേ നല്ലൊരു ബ്രാൻഡ്. ഒരു ഡോക്ടർ ബി ഫിലിപ്പ്, നമ്മുടെ ആലുവയിലുള്ള ഡോക്ടറാണ്. ആളൊരു അറൗണ്ട് 70 ബ്രാൻഡ്സോളം എടുത്തിട്ട് റിസർച്ച് ചെയ്തു. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അറൗണ്ട് 70% ഓഫ് ബ്രാൻഡ്സും ഈ പറഞ്ഞ ഹെവി മെറ്റൽസും കാര്യങ്ങളും ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രോമിനന്റ് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആയുർവേദ അല്ലെങ്കിൽ ഹെർബൽ എന്ന സംഭവങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്ത്. അതിൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ്ങിൽ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വേ പ്രോട്ടീൻ, പലരും വേ പ്രോട്ടീൻ പറയുമ്പോൾ വേ പ്രോട്ടീൻ്റെ അകത്ത് പല കമ്പനീസ് നമ്മൾ പരസ്യം നോക്കിയിട്ടാണ് വേ പ്രോട്ടീൻ്റെ അകത്ത് ഡൈജഷന് വേണ്ടിയുള്ള സാധനം ആഡ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ വേ പ്രോട്ടീൻ്റെ അകത്ത് ശിലാജിത്ത് ആഡ് ചെയ്ത് വരുന്നു, വേ പ്രോട്ടീൻ്റെ അകത്ത് വേറെ വെയിൽ അങ്ങനെ പലതും ഇത് ആഡ് ചെയ്ത് വരുന്നു. സോ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. നോ, നമ്മൾ പറയുന്ന കാര്യം നിങ്ങളുടെ വേ പ്രോട്ടീനിൽ വേ മാത്രമേ പാടുള്ളൂ, നത്തിങ് ആഡഡ്. വേ ഷുഡ് ബി വേ. ബീഫ് മേടിക്കുമ്പോൾ ബീഫ് മാത്രം മതി, അതിൻ്റെ കൂടുതൽ നെയ്യും കരളും അത് ഇതൊന്നും വേണ്ടല്ലോ, ബീഫ് മാത്രമല്ലേ വേണ്ടത്. ഈ പറഞ്ഞിട്ട് ചായപ്പൊടി കഴിച്ചാൽ കുഴപ്പമില്ല, ബട്ട് ഈ പറഞ്ഞ ചായപ്പൊടിയിൽ മായം കലർത്തിയ ചായപ്പൊടിയാണെങ്കിൽ അവിടെ പ്രോബ്ലമാണ്. സോ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാണ് എപ്പോഴും നമുക്കൊരു എന്താ പറയുന്നത്, ഒരു കോച്ചിൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാം, ഏതാണ് ഒരു നല്ല വേ പ്രോട്ടീൻ ബ്രാൻഡ്. പിന്നെ ആൾക്കാർ എപ്പോഴും ഈ ബ്രാൻഡ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പുതിയത് വരുമ്പോഴത്തേന് ഇനി അത് പരീക്ഷിക്കാം. പുതിയ ഒരു വേ പ്രോട്ടീൻ ബ്രാൻഡ് നമ്മുടെ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കട്ടെ, ഡെഫിനറ്റ്ലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്യാച്ച് ചെയ്യൂല, അത് ക്യാച്ച് ചെയ്യത്തില്ല. ആ അഡ്വർടൈസ്മെന്റ് കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ പുറകെ പോകരുത്. ലെറ്റ് ദാറ്റ് ബി ഓൺ ദ മാർക്കറ്റ് ഫോർ സം ടൈം. അതിനുശേഷം അതിൻ്റെ ഒപ്പീനിയൻസ് കിട്ടിയതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എത്രയോ കാലങ്ങളായിട്ടുണ്ട്, ഡയമറ്റൈസ് എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ ഡയമറ്റൈസിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ ആഡഡ് ആയിട്ടുള്ള ഒരു സാധനമില്ല. ഒപ്റ്റിമൽ ന്യൂട്രീഷൻ എടുത്തു കഴിഞ്ഞാൽ യെസ് ഇറ്റ്സ് പ്രോട്ടീൻ, 24 grams of protein, that's it. അല്ലാതെ എക്സ്ട്രാ അതുണ്ട് ഇതുണ്ട് മറ്റേ ബയോ എൻസൈം അല്ലെങ്കിൽ ഒന്നുമില്ല. ജസ്റ്റ് വേ ഈസ് വേ, അത്രേ ഉള്ളൂ. ആക്ച്വലി നമ്മൾ എടുക്കുന്ന സാധനം അത് മാത്രം പാടുള്ളൂ, അല്ല നമ്മുടെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താലും മതി. അങ്ങനെ ഒരു സംഭവം മതി. നിങ്ങൾക്ക് ഡെയിലി റിക്വയർഡുള്ള പ്രോട്ടീൻ മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ എപ്പോഴും വേ പ്രോട്ടീൻ സജസ്റ്റ് ചെയ്യാറുണ്ട് എൻ്റെ ഡയറ്റുകളിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ജനറൽ ക്ലയൻസ്. ഇപ്പോൾ ഒരു ജനറൽ ക്ലയൻറ്റ് വന്നു കഴിഞ്ഞിട്ട് വേ പ്രോട്ടീൻ പ്ലസ് ഓട്സ് രാവിലെ ആക്കി ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി കഴിച്ച് ചില ആൾക്കാർ മുട്ട കഴിക്കാൻ ടഫായിരിക്കും, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങാൻ ടൈം ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു ഓവർനൈറ്റ് ഓട്സിൽ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ കൂടി എടുത്ത് വെച്ചു. രാവിലെ അവർക്ക് എഴുന്നേറ്റ് കഴിക്കാൻ സമയമില്ലെങ്കിൽ പോലും ഓൺ ദ വേ ടു ഓഫീസ് ദേ ക്യാൻ ഹാവ് ഇറ്റ്. സോ അങ്ങനത്തെ ഫുഡ് കൺവീനിയൻസ്. ബട്ട് ആക്ച്വലി ഞാൻ എൻ്റെയും ആഗ്രഹം തന്നെയാണ്. ബട്ട് ഈ പറയുന്ന ഒരു വേ പ്രോട്ടീൻ്റെ കോസ്റ്റ് കേൾക്കുമ്പോഴത്തേക്കും അതാണ് വേറെ ഒരു ഫാക്ടർ. ഓൺലി ഇഫ് യു ക്യാൻ അഫോർഡ്. പിന്നെ ആക്ച്വലി അഫോർഡ് ചെയ്യാൻ പറ്റും എന്നാലും, ബട്ട് അവർ വേണമെങ്കിൽ ഒരു മീല് വല്ല വീക്കെൻഡ് ഒരു പാർട്ടിയിലോ അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു മന്തിലേക്കുള്ള വേയുടെ കാശ് വേണമെങ്കിൽ അവിടെ പോയി സ്പെൻഡ് ചെയ്യും. ഒറ്റ ഔട്ടിങ്ങിൽ സ്പെൻഡ് ചെയ്യും. ബട്ട് അത് ഹെൽത്തിന് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കോച്ചിനോ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്തി ഫുഡിന് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്തോ അവരൊരു 100 തവണ ആലോചിക്കും. എന്നിട്ട് പോയി വേണമെങ്കിൽ ബാറിലെവിടെ പോയിട്ട് വേണമെങ്കിൽ 2 അടിച്ചിട്ട്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഈ സ്പൈസസ് സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് സ്വന്തമായിട്ടൊരു ജിമ്മുണ്ട് പിറവത്ത്. സോ അവിടെ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ് വളരെ ലിമിറ്റ്, ഒരു ഇറ്റ്സ് എ ലോക്കൽ ഏരിയ ആണ്. അപ്പോൾ
ഇപ്പോൾ എറണാകുളം പോലെ അത്ര ഒരു ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ അല്ല. സോ ജിമ്മിൽ വരുന്നവർ അത്ര ക്യാഷ് സ്പെൻഡ് ചെയ്യാനായിട്ട് അവരില്ല. അപ്പോൾ നമ്മൾ പേഴ്സണൽ ട്രെയിനിങ്ങിന് വളരെ ലിമിറ്റഡ് ഉള്ള ഒരു എമൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. ലൈക്ക് മേ ബി 3,000 സംതിങ് ലൈക്ക് അത്രേ ചാർജ് ചെയ്യുള്ളൂ. സി ആൻഡ് അപ്പോൾ ഇവിടുത്തെ പോലെ ഇപ്പോൾ എറണാകുളത്തേക്കാണ് 12 സെഷനാണ് 8,000 അല്ലെങ്കിൽ ഇവിടെ അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ കം ഫോർ എ മന്ത്, യു ക്യാൻ ഡു ദ ട്രെയിനിങ്, നോ പ്രോബ്ലം, യു പേ 3,000. ഈ 3,000 ആർഗ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇമാജിൻ ദാറ്റ് ഈസ് ടു മച്ച്, അതുകൊണ്ട് എനിക്ക് റിഡക്ഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആർഗ്യൂ ചെയ്ത ഒരാൾ, ഞാൻ പറയാം, ഇയാൾക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. എവറി 3 to 4 months ഇയാൾ ഇവിടെ ആസ്ട്രോ മെഡ്സിറ്റി അല്ലെങ്കിൽ അമൃതയിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അത് 18,000 ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. വൺസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വന്ന് ഇയാൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് മെയിനായിട്ട് ഒറ്റ കാര്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സ് അടിക്കുന്നതിന് പ്രോബ്ലം ഉണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രം. ഡ്രിങ്ക്സ് അടിക്കുന്നതിനും അയാൾക്ക് കുഴപ്പമില്ല, ബ്ലഡ് ടെസ്റ്റ് 3 to 4 months ചെയ്യുന്നതിനും കുഴപ്പമില്ല. ബട്ട് ഈ സെയിം ആൾ 3,000 പേയ്മെൻറ്റ് ചോദിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ നോ. അത് അവിടെയാണ് ആവശ്യമുള്ളതിന് പൈസ സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര മടിയുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. പ്രയോറിറ്റി, ഹെൽത്തിനുള്ള പ്രയോറിറ്റി എപ്പോഴും ഹെൽത്ത് മോശമായി കഴിയുമ്പോഴാണ് മനസ്സിലാവുക, തിങ്ക് ചെയ്യുള്ളൂ. അതായത് ഹെൽത്ത് ഇല്ലെങ്കിലാണ് നമുക്ക് ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാവുന്നത്. അത് പക്ഷേ ചില കേസിൽ എനിക്ക് അതും മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ അമ്മയ്ക്ക് ചെറുതായിട്ട് ഡയബറ്റിക്, അത് ജനറ്റിക് ആയിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ ഫുഡൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ പുള്ളിക്കാരത്തി പറയും ചില സമയത്ത് ഐസ്ക്രീം കഴിക്കുക. അപ്പോൾ ഞാൻ പറയും എന്തിനാ ഇത് കഴിക്കുന്നത്, കൺട്രോൾ ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ പറയും. എനിക്ക് ഡോക്ടർ ഉണ്ടല്ലോ, ഈ ഗുളിക ഉണ്ടല്ലോ, അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഗുളിക ഉണ്ടല്ലോ, ഇനി ചില ആൾക്കാർ ഞാൻ ഇനി ഇതൊക്കെ എന്നാ ചെയ്യാനാ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് സങ്കടമാണ്. പിന്നെ ആക്ച്വലി ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ ത്രഷോൾഡ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ എക്സ്ട്രീം ലെവലാവും. അത് ഇൻഫെക്ഷൻ ആവും, അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടിലേക്ക് സ്പ്രെഡ് ചെയ്യും, അവരെ അപ്പോഴാണ് റിട്ടയർമെന്റ് ഏജിനൊക്കെ എഫക്ട് ചെയ്യും. അപ്പോൾ മെന്റലി ഡൗൺ ആവുകയും ചെയ്യും. ഇപ്പോൾ സ്പെൻഡ് ചെയ്ത് 10 times സ്പെൻഡ് ചെയ്യും. സപ്പോസ് ഒരാളൊരു 80 ഏജ് വരെ ഹെൽത്തി ആയിട്ട് ലൈഫ് എല്ലാം പോയി, അയാൾ മാക്സിമം എൻജോയ് ചെയ്തു. യെസ്, അയാൾക്ക് ഷുഗർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഡയബറ്റീസ്, എല്ലാം ഡോക്ടർ എല്ലാം കൺസ്യൂം ചെയ്തു. 80 ഏജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് ഓവറായിരുന്നു വെച്ചോ, ഇയാൾ ഡൗൺ ആയി, ബെഡിലായി. നെക്സ്റ്റ് അയാളൊരു 85 ഏജിൽ അല്ലെങ്കിൽ 84 ഏജിൽ അയാൾ മരിച്ചു. ബട്ട് 80 to 84 ഹീസ് ഓൺ ബെഡ്. ഹി കാൻ മൂവ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് സംബഡി എൽസ്. മേ ബി അയാൾ ഫസ്റ്റും സെക്കൻഡും എല്ലാം സാധിക്കുന്നത് ബെഡിലായിരിക്കും. ഹീ വിൽ ഹെയ്റ്റ് ആ 80 years ലൈഫ് ഈ 4 വർഷം കൊണ്ട് ഹെയ്റ്റ് ചെയ്യും. അത് പലരും ചിന്തിക്കുന്നില്ല. നമ്മൾ വേറെ ഡിപ്പെൻഡ് ആയിട്ട് ജീവിക്കുന്ന ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്.